മാധ്യമങ്ങളുടെ തലോടലുകൾ ഏറ്റുവളർന്ന ആളല്ല പിണറായി വിജയൻ എന്നത് മുഖ്യധാരയിൽ തന്നെ നിരവധി തവണ ഉയർന്നുകേട്ട പരാമർശമാണ്. മാധ്യമങ്ങൾ പിണറായിയെ വേട്ടയാടുകയാണെന്നും മാധ്യമങ്ങൾ എക്കാലത്തും അകറ്റി നിർത്തിയാലാണ് പിണറായി എന്നുമൊക്കെയുള്ള അലയൊരുകൾ എക്കാലത്തും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അതായത് മാധ്യമങ്ങളും പിണറായി വിജയനും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ടെന്നർത്ഥം. ഇന്ന് കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. മുഖ്യമന്ത്രി പറയേണ്ടത് പറഞ്ഞ ശേഷം ഉയർന്നത് 3 ചോദ്യങ്ങളാണ്. 3ഉം പാർട്ടി മാധ്യമങ്ങളിൽ നിന്ന് എത്തിയ പ്രതിനിധികളുടെ ചോദ്യമാണ്. CPM മാധ്യമ പ്രതിനിധികളുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റതോടെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ രോഷം കൊണ്ട് സംസാരിച്ചു. പിണറായി മുന്നോട്ട് നടന്നു നീങ്ങി. ഒപ്പമുള്ളവരിൽ നിന്നും കാര്യമായ പ്രതികരണങ്ങൾ അപ്പോഴും ഉണ്ടായില്ല. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് നടന്ന മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കി തിരികെ വന്നിരുന്നു. രോഷം കലർന്നുള്ള മറുപടിയായിരുന്നു ശേഷം. ചോദ്യങ്ങൾ മനസ്സിലല്ല നേരിട്ട് ചോദിക്കണമെന്ന രോഷത്തോടെ പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ 3ാമത്തെ ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി വാച്ചിൽ സമയം നോക്കുന്നത് കാണാമായിരുന്നു. അതും കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി നിർത്തുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി എഴുന്നേറ്റതോടെ ഒരു മാധ്യമപ്രവർത്തകൻ രോഷം കൊണ്ട് എഴുന്നേറ്റു. പാർട്ടി മാധ്യമങ്ങൾക്ക് മാത്രമാണോ എന്ന് ഉച്ചത്തിൽ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ മോശമാണ്. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ മോശമാണ് ചെയ്യാൻ പറ്റും. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനത്തെക്കുറിച്ച് പല കാലങ്ങളിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റുവളർന്ന ആളല്ല എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി ഈ അന്തരം തുടരുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ഗുണകരമാണോ? പാർട്ടി മാധ്യമങ്ങൾക്ക് മാത്രമുള്ളതാണോ പത്രസമ്മേളനത്തിലെ മറുപടികൾ? കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷമീർ, ഈ ചോദ്യമാണ് പ്രസക്തം. പാർട്ടി മാധ്യമങ്ങൾക്ക് മാത്രമുള്ളതാണോ പത്രസമ്മേളനത്തിലെ മറുപടികളെന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം അതിനുള്ള ഉത്തരം സാധൂകരിക്കുന്ന തരത്തിലുമാണ്. എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ കൊല്ലത്തെ? അരുണ്യ, മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അരമണിക്കൂർ മുഖ്യമന്ത്രി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ അവസരം നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈരളിൽ നിന്ന് 2 മാധ്യമപ്രവർത്തകരും ദേശാഭിമാനിയിൽ നിന്നും 3 മാധ്യമപ്രവർത്തകരുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആദ്യത്തെ ചോദ്യം തന്നെ കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ മറ്റു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഉച്ചത്തിൽ ചോദിച്ചു. അതിന് മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൽ ചൂരൽമര ദുരന്തവും ബന്ധപ്പെട്ട ചോദ്യം, അതിൽ ഉച്ചത്തിലാണ് ആ ചോദ്യം അദ്ദേഹം ചോദിക്കുകയും മുഖ്യമന്ത്രി അതിന് മാത്രം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ദേശാഭിമാനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനാണ്. അതും ഇതുമായി അനുബന്ധമായ ചോദ്യമായിരുന്നു. അതിനും മുഖ്യമന്ത്രി മറുപടി നൽകി. 3ാമത്തെ ചോദ്യം, ഇതേ ചോദ്യം ആവർത്തിച്ച മാധ്യമപ്രവർത്തകൻ വീണ്ടും ഉച്ചത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ ആ മാധ്യമപ്രവർത്തകന് വീണ്ടും മറുപടി നൽകിയ ശേഷം മുഖ്യമന്ത്രി വാച്ചിൽ നോക്കുന്നു, സമയം അവസാനിച്ചു എന്ന് പറഞ്ഞ് എണീക്കുകയാണ്. അപ്പോൾ തന്നെ STPAD അടക്കമുള്ള വിഷയങ്ങളിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സമയം നോക്കി ഇനി ഇതൊന്നും നടക്കില്ല, ഇനി നാളെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഉച്ചത്തിൽ പറഞ്ഞത്, ഇത് സ്പോൺസേർഡ് പരിപാടിയാണോ? കൈരളിക്കും ദേശാഭിമാനിക്കും വേണ്ടി ഒരു മാധ്യമ സമ്മേളനം എന്തിനു വിളിച്ചു? ബാക്കിയുള്ളവരെ എന്തിനാ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു എന്ന തരത്തിൽ ചോദ്യം ചോദിച്ചു. ഇത് മോശമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം അടക്കം മാധ്യമങ്ങളിൽ പറഞ്ഞു
പറഞ്ഞത് ഏറ്റവും കൂടുതൽ മാധ്യമ സമ്മേളനങ്ങളിൽ നടത്തിയിട്ടുള്ളയാളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി തിരിച്ച് വന്ന ശേഷം വീണ്ടും മുഖ്യമന്ത്രി ആ മറുപടിക്ക് ഉത്തരം നൽകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി വന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചു. മുഖ്യമന്ത്രി ആ പറഞ്ഞത് ശരിയല്ല. അവിടെ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചില്ല. അവസരം ലഭിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കൈരളിയുടെ മാധ്യമപ്രവർത്തകർ രണ്ടുപേരാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യം ചോദിക്കാനുള്ള സമയം അവിടെ അപഹരിച്ചുകൊണ്ട് വളരെ നീട്ടി ചോദ്യം ചോദിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ചോദ്യം ചോദിക്കാൻ ലഭിക്കാത്ത അവസരം മാധ്യമപ്രവർത്തകർ അത് പ്രതിഷേധമായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിലൊരു മാധ്യമപ്രവർത്തകർ വളരെ സാധാരണമായ നാടകീയ രംഗങ്ങളാണ് കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.